1831 ഒക്ടോബർ 15 ഓച്ചന്തുരുത്ത് വൈപ്പശ്ശേരി തറവാട്ടിൽ തൊമ്മന്റെയും താണ്ടയുടെയും ആദ്യ സന്താനമായി ഒരു പെൺകുഞ്ഞ് പിറന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത മകൾ ഏലീശോ. ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയിലും പാവങ്ങളോടുള്ള കരുണയിലും ഏലീശോ മുന്നിൽ നിന്നു. 16-ാം വയസ്സിൽ കൂനമ്മാവിലെ വാകയിൽ തറവാട്ടിലെ വത്തരു എന്ന യുവാവിനെ ഏലീശോ വിവാഹം ചെയ്തു. ദൈവം അവർക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി. അന്ന എന്ന് അവൾക്കവർ പേരിട്ടു. പക്ഷേ സന്തോഷകാലം അധികം ദീർഘമായില്ല. 1.5 വർഷത്തിനുള്ളിൽ വത്തരു രോഗബാധിതനായി മരണപ്പെട്ടു. യൗവനത്തിൽ തന്നെ വിധവയായ ഏലീശോ 2ാം വിവാഹത്തിന് വിസമ്മതിച്ചു. പകരം ഏകാന്തതയിലും പ്രാർത്ഥനയിലും വീടിനടുത്തുള്ള പാവങ്ങളെ സഹായിക്കുന്നതിലും അവൾ ആശ്വാസം കണ്ടെത്തി. കാലക്രമേണ മകൾ അന്നയും ഏലീശോയുടെ സഹോദരി ത്രേസ്യയും ഭക്തിജീവിതത്തിൽ ആകൃഷ്ടരായി. അവരും ആത്മീയ ജീവിതം സ്വീകരിക്കുവാൻ തയ്യാറായി. അന്നത്തെ കൂനമ്മാവ് ആശ്രമത്തിലെ നോവിസ് മാസ്റ്ററായിരുന്ന ഇറ്റാലിയൻ വൈദികൻ ഫാദർ ലിയോപോൾഡ് ഓസിഡിയോട് ഏലീശോ തന്റെ മനസ്സിലുള്ള ദൈവസമർപ്പിത ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. അദ്ദേഹം ഈ ആഗ്രഹം വരാപ്പുഴ മെത്രാനായിരുന്ന ബെർണാഡിനോ വെച്ചിനെല്ലിയെ അറിയിച്ചു. 1866 3 പേരെയും സന്യാസ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ മെത്രാൻ അനുമതി നൽകി. ഏലീശോയുടെ സ്വന്തം പുരയിടത്തിൽ മുളകൊണ്ട് നിർമ്മിച്ച ചെറിയ ഒരു വീട്ടിൽ നിന്നാണ് ഈ ദിവ്യ സന്യാസ സഭയുടെ ആദ്യ പ്രവർത്തനം ആരംഭിച്ചത്. സ്ത്രീകൾക്കായുള്ള കർമ്മലീത്ത നിഷ്പാതുക 3ാം സഭ ഇന്ത്യയിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനി സഭയായി. 1868 ജനുവരി 2 വിശുദ്ധ അന്നയുടെ നാമധേയത്തിൽ പെൺകുട്ടികൾക്കായി ബോർഡിംഗ് ഭവനം ആരംഭിച്ചു. പെൺകുട്ടികളെയും അനാഥരും വിധവകളുമായ സ്ത്രീകളെയും സംരക്ഷിച്ച് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകി. ഭാഷ, ഗണിതം, കൊന്തകെട്ട്, മെഴുകുതിരി നിർമ്മാണം, പ്രാർത്ഥന എന്നിവ അവരെ പഠിപ്പിച്ചു. ജീവിതം മുഴുവൻ ദൈവസമർപ്പണത്തിലും സേവനത്തിലും കരുണയിലും മുഴുകി ഏലീശോ ജീവിച്ചു. 1890 റീത്ത് അടിസ്ഥാനത്തിൽ ഈ സന്യാസിനി സഭ വിഭജിക്കപ്പെട്ടു. കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ